നമ്മളിൽ പലരും എന്തിനു ജനിച്ചു, എവിടേക്ക് പോകുന്നു, എന്ത് കഴിവ് നമുക്കുണ്ട് എന്നൊക്കെ അറിയാതെ ജീവിതം പാഴാക്കി കളയുകയാണ്. എല്ലാവരും നല്ലവരായിരുന്ന് എല്ലാം നല്ലതായി നടന്നാൽ പിന്നെ കഥയ്ക്ക് പ്രാധാന്യമില്ലല്ലോ. ഈ നാട്ടിലും അതുപോലെ നമുക്കാവശ്യമുള്ള 4 പേരുണ്ട്. ഇതവരെ പറ്റിയുള്ള കഥയാണ്. ഇതാ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ് വിശ്വനാഥൻ. നമുക്ക് വിച്ചു. ആർഭാടമായൊരു ജീവിതം സ്വപ്നം കാണുന്നവൻ. ഇതാണ് വൈദ്യനാഥൻ. നമുക്ക് വൈദ്യ. ആരെ എങ്ങനെയായാലും താൻ നന്നായി ജീവിക്കണമെന്ന് വിചാരിക്കുന്നവൻ. ഈ മൃദംഗം വായിച്ച് തകർക്കുന്നവനില്ലേ, ഇവനാണ് വരദരാജൻ. നമുക്ക് വരത്. ആളൊരു വെകിളിയ, എന്നാലും വലിയ പണക്കാരനായി ജീവിക്കണമെന്നാണ് ആഗ്രഹം. ഈ കൈമണി അടിക്കുന്നവന്റെ പേര് ഗോവിന്ദരാജൻ. നമുക്ക് ഗോവിന്ദ്. ആരെയും വിശ്വാസമില്ല. തവളയെപ്പോലെ ഇരുന്നിട്ട് മറ്റുള്ളവരെ കളിയാക്കുന്നതിൽ മിടുക്കനാണിവൻ. ഇങ്ങനെ ഓരോരോ ഗുണങ്ങളുള്ള ഇവർ ഒരുമിച്ച് ചെയ്യുന്ന ജോലി എന്താണെന്നറിയോ? ദാ കണ്ടോ. ഇങ്ങനെ പാടിക്കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോ. നീ ആ മാല ഇങ്ങതാ, ഞാൻ പാടും പോലെ പാട്. ഇനി മാലയുടെ കുറവ് അങ്ങോട്ട് വേണ്ട, പിടിച്ചോ. മഹാഭാരതത്തില് ഇങ്ങനെയാണ് പൊതുവെ കഥകളൊക്കെ ആരംഭിക്കാറുള്ളത്. എന്നാൽ അതൊക്കെ ഇന്ന് ഔട്ട് ഓഫ് ഫാഷൻ. അതിനാല് ജനനീ ജനനീ ജഗം നീ അകം നീ, ജനനീ ജനനീ ജഗം നീ അകം നീ, ജഗത്താരണി നീ പരിപൂരണി നീ, ജഗത്താരണി നീ പരിപൂരണി നീ, ജനനീ ജനനീ ജഗം നീ അകം നീ. മഹാജനങ്ങളെ, നമ്മുടെ നാട്ടിൽ ഉഗ്രപ്രതാപിയായ പ്രതാപവർമ്മ എന്നൊരു ജമീന്ദാർ ഉണ്ടായിരുന്നു. അവൻ എത്ര ജന്മമെടുത്താലും തീർത്താൽ തീരാത്ത കരത്തിനുമേൽ കരം ചുമത്തി ജനങ്ങളെ ദ്രോഹിച്ചു. താനൊരു ജന്മിയാണെന്ന് സ്ഥാപിച്ചു. ആ നാട്ടിലെ ജനങ്ങളെ ബാധിക്കാതിരുന്ന 2 കരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് സന്തോഷകരം, ഇനി ഒന്ന് നാശകരം. ഒന്ന് പറഞ്ഞു തൊലക്കടാ. ഇങ്ങനെയുള്ള സമയത്ത് പട്ടാളത്തിൽ പോയി നാട്ടിൽ തിരിച്ചു വന്ന ഒരു ചെറുപ്പക്കാരൻ. അവന്റെ പേരെന്ത് വന്നു? അവന്റെ പേര് രാജ. ജനങ്ങളെല്ലാം അവനെ ചുറ്റും കൂടി നാടിന്റെ അവസ്ഥയെ പറ്റി പറഞ്ഞു. അത് കേട്ട രാജ വിഷമിക്കാതിരിക്കും, ജമീന്ദാറുടെ കാര്യം ഞാൻ കൈകാര്യം ചെയ്തേക്കാന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല. അങ്ങനെ ഒരുത്തൻ ചോദിച്ചു. അത് കേട്ട രാജ വാ വിട്ട് ചിരിക്കാൻ അങ്ങോട്ട് ആരംഭിച്ചു. വാ വിട്ടിട്ട് എങ്ങനെയാണ് ചിരിക്കുന്നത്? ഓടാ, നിന്റെ മുഖത്ത് ഞാൻ കൈവെക്കും. രാജ കൈവച്ച അത് തീർന്നതില്ല. ഇനി വേല കാട്ടിയെന്നാൽ അവൻ വെണ്ണ ഞാൻ എടുക്കും. വരണ്ട് നിന്നാലും മുരണ്ട് നിന്നാലും ഒടുക്കും നിൻ വേല ഞാൻ. തരണം പം പം പം. രാജ കൈവച്ച അത് തീർന്നതില്ല. ജനങ്ങളെ കൂട്ടി വന്ന രാജായെ ജമീന്ദാറുടെ ആൾക്കാരെ അടിക്കാനായിട്ട് എടുത്തുകൂടി. അത് കണ്ട രാജ പാടി, എന്നോട് വേണ്ടായേ, ഞാൻ രാജാതിരാജനടാ. പമ്പൊട്ടും എടുക്കാതെ ഞാൻ സൂരാതിസൂരനടാ. പാട്ട് പാടിയതും ജമീന്ദാറുടെ ആൾക്കാർ രാജ ഇടിച്ചു നോക്കിയത് എങ്ങനെയാണെന്ന് കേൾക്കണോ? ജമീന്ദാറുടെ ആളുകളെ ടിഷും ടിഷും അടികൊടുത്തു നിന്നാൻ കമ്പെടുത്ത് ചുഴറ്റിയോൻ കടത്തനാടൻ കരുത്തിനാൽ. റൈറ്റിലെ ലെഫ്റ്റിലെ ഫ്രണ്ടിലെ ബാക്കിലെ സൈഡിലെ കീഴിലെ ചുമ്മാതിരിട കണ്ടവരെല്ലാം അടിച്ചു തുരത്തിയോൻ. വന്നവരൊക്കെ നോക്കി തള്ളിയോ. തരികിടതോം തരികിടതോം തരികിടതോം. തന്നെ അടിക്കാൻ വന്ന ജമീന്ദാറെ രാജ അടിച്ച് ശരിപ്പെടുത്തി കഴുതപ്പുറത്ത് കയറ്റി നാട് ചുറ്റിച്ചു. ഇവന്റെയൊക്കെ മുഖത്ത് നോക്കി ഞാൻ ചോദിക്കുന്നു, വാടാണ്ണ വാടാണ്ണ വായോ 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 കാഴ്ച നിങ്ങൾ ഇനി നീരോടെ വായോ. എങ്ങനോ ധരിച്ചേ ഇങ്ങനെ വരുന്നല്ലോ. വാടാണ്ണ വാടാണ്ണ കഴുതോ മേലെ വാടാണ്ണ. ഭാഗവതരെ, ഞങ്ങളെ ജമീന്ദർ അവമാനിക്കുന്നോ? ചെല്ലപ്പാ, നമ്മളെ കച്ചേരി ആരംഭിക്കാം. നീളെ വീറോടെ വായോ കാഴ്ച
ചെന്നാ നിങ്ങൾ ശൂരനാഹി വായോ താളമേളം എനിക്ക് വേണ്ട എങ്ങനോ പഠിച്ച് ഇങ്ങനെ കൊലച്ചല്ലോ വാടാണ്ണ വാങ്ങിപ്പോടാ വാടാണ്ണ വാങ്ങിപ്പോടാ വാടാണ്ണ വാങ്ങിപ്പോടാ ആ ലഭിച്ചു. എന്താടാ എഴുന്നക്കടാ. എന്റെ അടുത്ത് അതോടാ പറഞ്ഞ നിന്നെ തന്നടാ. ആണ്ടവാ മാധവാ പാൽക്കാരാ. അയ്യോ നടു വേദനിക്കുന്നേ. നന്ദിയാരോട് ഞാൻ ചൊല്ലണ്ടു നന്ദിയാരോട് ഞാൻ ചൊല്ലണ്ടു നന്ദിയാരോട് ഞാൻ ചൊല്ലണ്ടു. യേശുദാസിന്റെ പാട്ട് എന്താടാ വരുത്? ശരീരം എല്ലാം വരച്ചിട്ട് നീ പുലി കളിക്കാൻ പോന്നോ? വായി വെറ്റം പാക്കിട്ടുണ്ട് ഭംഗിതം വന്നിരിക്കുന്നെ. പുലി പതുങ്ങിയിരിക്കും, അത് ചാടി വീഴാതെ നോക്കണം. അങ്ങനെയാന്നോടാ? നീയല്ല ഒരു ഫ്രണ്ടാന്നോടാ. നിന്റെ മണ്ടൻ ഐഡിയ കേട്ട് എന്റെ മുഖം ചളിങ്ങി പോയതാടാ മിച്ചം. ഇനി നീ ഒരു നിമിഷം അവിടെ നിന്നാ നിന്റെ മോന്തര ഷേപ്പ് ചെയ്യാൻ മാറ്റി തരും. എന്താടാ മനസ്സിലാക്കാത്ത? ജനങ്ങളെല്ലാം കൂടെ നിങ്ങളെ സുനാമി പോലെ അടിച്ചു ചുരുട്ടാൻ പ്ലാൻ ചെയ്തത് ഞാൻ കണ്ടത് കൊണ്ട് ഇത് മനസ്സിലാക്കിയ ഞാൻ നിങ്ങൾക്ക് സിഗ്നൽ തരാൻ നോക്കിയതല്ലേ. എന്നാ നിങ്ങൾ എന്താ യേശുദാസ് SPB റേഞ്ചിൽ കണ്ണും മൂടി പാട്ടും പാടിക്കൊണ്ടിരുന്ന് ഞാൻ ആ കൂട്ടത്തിനകത്ത് നിന്ന് ഞാൻ ഒരുത്തിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഞാനെങ്കിലും ആ കൂട്ടത്തിൽ ഓടി രക്ഷപ്പെട്ടുണ്ട് എന്റെ തടി നേരെ നിൽക്കുന്നു. ഉള്ളതാടാ, യവനെ നമ്മളും തെറ്റിദ്ധരിച്ചു പോയില്ലേ? അത് ശരി, നിനക്കിതെന്ത് പറ്റിയതാടാ? കുറച്ച് മാറി നിക്ക്. ഈശ്വര, ഇതെന്താ കൂത്ത്? എന്താ അമ്മച്ചി, നിങ്ങൾക്കെന്താ ലൂസാ? പഴം താഴെ കളഞ്ഞിട്ട് കുരുവാണോ തിന്നുന്നേ? ലൂസാ? എനിക്കാ? എന്തിനായി ചിരിക്കുന്നേ? ഇത് സാധാരണ കുരുവല്ലപ്പാ. എന്തോന്നായി പറയുന്നേ? അറിവ് വളർത്തുന്ന ജ്ഞാനക്കുരുവാ. ചക്കക്കുരു, തേങ്ങക്കുരു ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്താ ജ്ഞാനക്കുരുവാ? എങ്കിൽ ഞങ്ങൾക്ക് ഓർമ്മ. ഒരു കുരു 10 രൂപ. 10 രൂപയാ? 10 രൂപ തന്നെ വേണം. ഇതിത്തിരി അന്യായവാ. വേണ്ടാങ്കി പോ. ശരി, ആളിനോരോന്ന് വെച്ചതാ. ദാ കാശ് പിടി. എളുപ്പഴക്ക് എളുപ്പഴക്ക്. താന്നേ. ഒന്നും വളർന്ന പോലെ തോന്നുന്നില്ലല്ലേടാ. പറ്റിച്ച്. ഞങ്ങളെ പറ്റിച്ചല്ലേ? കണ്ടോ അറിവ് വളർന്ന കണ്ടോ? ഈ കുരുവിലൊന്നും ഇല്ലെന്നുള്ളത് അത് തിന്നതിന് ശേഷമല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്? എന്താ കളിയാക്ക? ഞങ്ങളെ ഞങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വരുമാനം ഇല്ലെന്നും പറഞ്ഞ് വിഷമിച്ച് നടക്കുമ്പോഴാ തള്ളയുടെ ഒരു തമാശക്കളി. ആരോടെങ്കിലും ഒക്കെയുള്ള ദേഷ്യം എന്നോടെന്തിനാ കാട്ടുന്നത്? നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? പറഞ്ഞാക തീർക്കോ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഒന്നുമില്ല, സിമ്പിൾ. ലോകത്തിൽ വെച്ച് ഞങ്ങൾക്ക് വലിയ പണക്കാരാവണം, ബിൽഗേറ്റ്സിനെ പോലെ. എന്നാ കഷ്ടപ്പെടാനൊന്നും വയ്യ. അതിനുള്ള വഴി പറഞ്ഞതാ. മെനക്കെടാത്ത ബിൽഗേറ്റ്സിനെ പോലെ ആകണമെങ്കിൽ ബിൻലാദന്റെ അടുത്ത് തന്നെ പോകേണ്ടി വരും. വിഷമിക്കണ്ട മക്കളെ, നിങ്ങൾ ആശിക്കുന്നത് പോലെ എല്ലാം നടക്കും. ഈ മുത്തശ്ശി പറയുന്നത് കേക്കാവോ? കുരു തന്നെ ഞങ്ങളെ പറ്റിച്ച പോലെ പറ്റിക്കത്തില്ലെങ്കിൽ ഐഡിയ പറഞ്ഞതാ. കണ്ടോ അറിവ് വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുന്നു. 30 രൂപയ്ക്ക് ഇത് തന്നെ അധികമാ. അതാ നോക്കിക്കേ ഒരു മല. ആമലയാ? ആ മല ഞങ്ങൾ ജനിച്ച നാളെ പോലെ കണ്ടോണ്ടിരിക്കുന്നതാണല്ലോ. നല്ലോണം നോക്കിക്കേ. ശരിയാ മുത്തശ്ശി, ഒരു മുനിയുടെ മുഖം തെളിയുന്നല്ലോ. അവിടെ പോയാ നിങ്ങൾ ആശിച്ചതെല്ലാം കിട്ടും. എന്നാ പിന്നെ പെട്ടെന്ന് പോയേക്കാം. നിക്ക് ധൃതി വെച്ചാ നടക്കില്ല. നാളെ കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് ജപിച്ച് ശുദ്ധമായിട്ട് വേണം പോകാൻ. താ മക്കളെ, ഈ കുരുവും കൂടി കൈ വെച്ചോ. കാലത്ത് മുനിയുടെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് എല്ലാം കൊണ്ടുവരണം നമുക്ക്. പോകുമ്പോഴേ ആ കറണ്ടടിച്ച കാക്കയെ പോലെ കിടക്കുന്നവനില്ലേ, അവനെയും കൊണ്ടുപോയിക്കോ. ശരിയാടാ, അവന് നടക്കാൻ പറ്റുമോന്ന് അറിയത്തില്ലല്ലോ. പോയി നോക്കാം. നടന്നാ നടത്തി തന്നെ കൂടെ കൊണ്ടുപോകാൻ നോക്കാം. അല്ലെങ്കിൽ എടുത്തോണ്ട് പോടേ. വാ പോവാം.
ആരുടെ വീട്ടിലെ പട്ടിയാടാ നാടൻ പട്ടി പാട്ടായിട്ട് വിട്ടുന്നത്? ആരത്? എഴുന്നേറ്റ് വന്ന നിന്റെ കാര്യം ഞാൻ തല്ലി ഓടിക്കും. പട്ടിയുടെ കാര്യം കൊണ്ട് വലിയ ശല്യമായില്ലത്. ഉറങ്ങാനും സമ്മതിക്കുന്നത്. 3 ചെകുത്തന്മാർ വരുന്നുണ്ടല്ലോ. ഓ, ഇവരായിരുന്നോ? ഇപ്പൊ പട്ടിയുടെ ശല്യം കാരണം ഉറങ്ങാനും പറ്റുന്നില്ല. ഇനി ഇവര് വന്നിട്ട് എന്തോ ചെയ്യാനാ? വരാനുള്ളത് വഴി തങ്ങത്തില്ലല്ലോ. വരട്ടെ, എന്തായെന്ന് നോക്കാം. എന്തുവാടാ ഇത്? നമ്മുടെ ഗോവിന്ദ് വന്ന് പട്ടിയോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നീയാണെന്ന് വിചാരിച്ചായിരിക്കുവടാ. ബഹളുണ്ടാക്കി ആൾക്കാരെ ഉണത്തല്ലേ? ഗോവിന്ദേ, ഗോവിന്ദേ, എഴുന്നേക്കടാ. ഗോവിന്ദേ, ഒച്ച ഉണ്ടാക്കടാ. ഞാൻ ഉറങ്ങിപ്പോയി. അവൻ ഉറങ്ങിപ്പോയെന്നു. ഉറങ്ങിയെങ്കിൽ നമുക്ക് പൊക്കി എടുത്തോണ്ട് പോവാം. എന്നെ കണ്ട അത്രയ്ക്ക് നിസ്സാരമായിട്ട് തോന്നുന്നു. പിന്നുകൊണ്ട് ഫുട്ബോൾ കളിക്കുന്നു. പിടിച്ചു. അയ്യോ, പട്ടി കളിക്കാൻ പറ്റിയോ? പട്ടിക്ക് ബിസ്ക്കറ്റ് കിട്ടിയെന്ന് തോന്നുന്നു. ഇനി സമാധാനമായിട്ട് കിടന്നു പോകാം. എടാ, അത് നമ്മുടെ ഗോവിന്ദൻ തന്നെയാ. പട്ടിയെ പേടിച്ച് പറവറക്കുവാടാ അവൻ. മുട്ടും പൊട്ടി കിടന്ന് 30 കിലോമീറ്റർ സ്പീഡിൽ ഓടുവാ. എടാ, പട്ടിയൊന്നും ഇല്ലടാ. നില്ലടാ, ഞങ്ങളടാ. അയ്യോ, ഇതാടാ മുത്തശ്ശി പറഞ്ഞ സ്ഥലം. അങ്ങനെയോ? കഥ തീരാറായോ? നീ എത്ര ദൂരമുണ്ട്? എടാ, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണ്ടേ? ഒന്ന് പോടെ അവിടുന്ന്. ഒരു മുത്തശ്ശിയുടെ കഥയും കിട്ടേണ്ടി വരും. മക്കളൊരു മുത്തുകുട്ടിക്ക്. ഇനി എത്ര ദൂരം ഉണ്ടാ? മുക്കാമല ഏറി. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു. പാടാ എളുപ്പം. സാമിയെ കാണണ്ടേ? എന്റെ ദൈവമേ, എന്താടാ? മണ്ട പൊളക്കുന്നു. എന്താടാ? മുത്തശ്ശി വന്ന് കുരു കൊടുത്തെന്ന്. പോടാ മണ്ടന്മാരെ, എനിക്കിതിലും വിശ്വാസമില്ല. ഞാൻ വീട്ടിൽ പോവാ. എന്റെ പൊന്നെ, എന്നെ വിട്ടേരെ. ഇരിക്കണം. വാനം തേടുവാൻ വാവാ, ഭാഗ്യം തേടുവാൻ വാവാ. വഴികളിനിയുണ്ട് 100, നിൻ വഴികൾ തേടി നീ ഓട്. മുന്നിൽ നീ നിന്നുവെന്നാൽ ഉലകമോ കയ്യിൽ. ഹേ ഹേ, മുന്നിൽ നീ നിന്നുവെന്നാൽ ഉലകമോ കൈകളിൽ. ഇനിമേൽ നമ്മളാണെവിടെയും നമ്പർ 1. ഇനിയും തടയുവാനാവുമോ ഞങ്ങളെ? വാനം തേടുവാൻ വാവാ, ഭാഗ്യം തേടുവാൻ വാവാ. വാനം തേടുവാൻ വാവാ. ഉറക്കം പോലെ തൂങ്ങുന്നവനും ഉണർന്നാലിന്ന് നന്മ വരും. നാളെ നാളെ എന്ന് കരുതിയെന്നാൽ ഇതുപോൽ തന്നെ നാം ഇരിക്കും. നന്മകളില്ല മനുഷ്യരെല്ലാം നാളെ തൻ ദുരിതങ്ങൾക്കിരയാണ്. ഒന്നിനും മുതിരാതിരുന്നവരിൽ ഉയർന്നവരായത്ര പേരുണ്ട്. ലോകം നാളെ പഴിക്കുമേ, ഉലകമെല്ലാം ചിരിക്കുമേ. ഈ കൂട്ടം ഒന്നാകാനായുവേഗം. ഹേ, ഇനിമേൽ നമ്മളാണെവിടെയും നമ്പർ 1. ഇനിയും തടയുവാൻ
കെട്ടി വലിച്ചെടുക്കാമെന്ന് ഇനിയും നിങ്ങൾ കരുതരുത്. കുഴിയിൽ വീണു നാം നോക്കുമ്പോൾ കനകശൈലങ്ങൾ തെളിഞ്ഞു വരും. കല്ലിലും മുള്ളിലും നടന്നവർക്ക് കൽപ്പകത്തോട്ടം കാത്തിരിക്കും. വഴിയിലെ വേദന അറിഞ്ഞവർക്ക് മണ്ണിലും സ്വർഗങ്ങൾ പൂത്തിറങ്ങും. ഒരു മോഹം കളയാതെ മനമയങ്ങി തളരാതെ ഒളിമയമായൊരു കാലം കണ്ണിൽ തെളിയുന്നേ. ഇനിമേ നമ്മളാണെവിടെയും നമ്പർ വൺ. ഇനിയും തടയുവാനാവുമോ ഞങ്ങളെ? മാനം തേടുവാൻ വാവാ, ഭാഗ്യം തേടുവാൻ വാവാ. വഴികളിനിയുണ്ട് 100, നിൻ വഴികൾ തേടി നീ ഓട്. മുന്നിൽ നീ നിന്നുവെന്നാലുലകമോ കയ്യിൽ. ഹേ, മുന്നിൽ നീ നിന്നുവെന്നാലുലകമോ കൈകളിൽ. ഇനിമേൽ നമ്മളാണെവിടെയും നമ്പർ വൺ. ഇനിയും തടയുവാനാവുമോ ഞങ്ങളെ? മാനം തേടുവാൻ വാവാ, ഭാഗ്യം തേടുവാൻ വാവാ. വാനം തേടുവാൻ വാവാ. അയ്യോ, ഇത് പാതാള കുഴിയാണോ? അത് എന്റെ ദൈവമേ, എന്തോ ഒരു ചോദിച്ചാൽ നോക്കിയേ. അതേടാ, ആ തള്ള നമ്മളെ നല്ല പോലെ പറ്റിച്ചു. 30 രൂപയും കൊടുത്തിട്ട് 3/4 മല കയറി തന്നെ മിച്ചം. ഛേ, ചെറുകിട വാക്കും കേട്ടുണ്ട് വന്ന് മണ്ടന്മാര്. പോടാ, പോ. എന്റെ ദൈവമേ. എന്താടാ? ഒന്നുമില്ലടാ, നമ്മൾ ഈ വഴി തന്നെ പോയിട്ട് മുത്തശ്ശിരിക്കുന്ന കുരുവെല്ലാം അങ്ങനെ പഠിച്ച് നമ്മളോട് കുഴിച്ചു വെച്ചാൽ മരങ്ങളൊക്കെ ഇങ്ങനെ കിളിച്ചു വരത്തില്ലേ? സത്യമായിട്ടും പറയുവാടാ, ഈ വർഷത്തെ പരിസ്ഥിതി സംരക്ഷണ അവാർഡേ നമുക്ക് തന്നെ മേടിക്കടാ. ചുമ്മാതിരിക്കടാ, വെറുതെ നേരം കേട്ട നേരത്തെ സംസാരിക്കാതെ. കയ്യെടുക്കടാ. ആദ്യം ഈ പാതാളക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കാം. കുഴിയില്ലാത്ത വഴി എവിടാന്ന് നോക്കടാ, പേടിയാവുന്നതാ. ഇവന്മാര് വെറുതെ കറങ്ങുന്നുണ്ടോ മണ്ടന്മാര്. ഛെ, ഇനി എല്ലാ കാര്യങ്ങളും എന്റെ ബുദ്ധി ഉപയോഗിച്ച് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ഇത് കണ്ടോ, യവൻ വായുവിൽ എഴുതി കൂട്ടുന്നത്. ഐഡിയ. കാറ്റിൽ എഴുതി കൂട്ടത് ഐഡിയ എന്നൊന്ന് പറയടാ. ഇവിടുന്ന് ഓടിപ്പോയി മരത്തിലേക്ക് ചാടി പിടിച്ച എങ്ങനുണ്ടാവും? താഴെ വീണങ്ങ് ചാവും. ഓടം മണ്ട, മരം അങ്ങോട്ടങ്ങ് ചായും. ചാഞ്ഞ നമ്മൾ അങ്ങോട്ടങ്ങ് ചാടിയാ മതി. കറക്റ്റായിട്ടുള്ള ഐഡിയ കണ്ടുപിടിച്ച് വരവണ്ടൻ. വാ വാ വാ. പോടാ, അറിയാടാ നീ ആരാന്ന് എന്താന്ന് എല്ലാം എനിക്ക് അറിയാടാ. വെറുതെ നിന്റെ മുഖത്തൊരു അടികൊണ്ട് അടയാളമില്ലേ, അത് ഇവന്റെ കയ്യാടാ. എന്തായി പറയുന്നേ? അന്ന് ആൾക്കാരിടയ്ക്ക് വെച്ച് ഇവനും നമ്മളെ അടിച്ചടാ. ഞാൻ കണ്ടതാ. എടാ, അവൻ അപ്പുറത്ത് പോയടാ. പിന്നെ എന്റെ ഐഡിയ അല്ലേ? അപാരബുദ്ധിയാടാ, അപാരബുദ്ധിയാടാ നിനക്ക്. എടാ, ഇവിടെങ്ങും വഴിയേ ഇല്ലടാ. എന്തോ ചെയ്യൂടാ. അത് നന്നായി. ഞാൻ മരമണ്ടെന്ന് പേര് വെച്ചില്ലേ, അത് കറക്റ്റാ. പല്ലടിച്ചളക്കും. എടാ നിക്ക്. ഉത്തരം ദക്ഷിണം പശ്ചിമം പൂർവം വടക്കും തെക്കും വരുമ്പോ വടക്കോട്ട് പോയാ ശരിയാടാ. വടക്കോട്ട് പോയാൽ നമുക്ക് നല്ലതേ നടക്കൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, മൊത്തം ഇരുട്ടാ. ഞാൻ ആദ്യം അവിടം വരെ പോയി വഴിയുണ്ടെങ്കിൽ സിഗ്നൽ തരാം. നിങ്ങൾ പുറകെ വന്നാ മതി. ഓക്കെ അല്ലേ? എന്റെ വിച്ചു, നീ രക്ഷപ്പെടുവിടാ. നോ നോ നോ, സോറി. അധികമായിട്ട് മോഹിക്കുന്നവനും ഒട്ടും മോഹിക്കാത്തവനും ഒരിക്കലും രക്ഷപ്പെടില്ല. പോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്താടാ? ആദ്യം പോയി പല്ല് തേക്കടാ. ഒന്നും മനസ്സിലായില്ല, എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി.